മെക്സിക്കോയിൽ ഇപ്പോൾ ഗ്രഹണം നടക്കാണ് കേട്ടോ. മെക്സിക്കോയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഗ്രഹണം നടക്കാൻ പോവാണ്. ഇപ്പോൾ മെക്സിക്കോയുടെ ടൈം നമുക്ക് നോക്കാം. മെക്സിക്കോയുടെ ടൈം നോക്കി പറഞ്ഞേ. ഇപ്പോൾ മെക്സിക്കൻ ടൈം പറഞ്ഞേ 12:41 PM. ഓക്കെ. മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 8-ാം തീയതി 4-ാം മാസം. ഓക്കെ. രേവതിയിൽ ജന്മനക്ഷത്രം രേവതിയിൽ. ഓക്കെ. മെക്സിക്കോയിൽ കറക്റ്റ് കൊറോണ, അതായത് സൂര്യൻ്റെ കൊറോണ കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ സൂര്യൻ നിൽക്കുന്നത് രേവതി നക്ഷത്രത്തിൽ 25-13 ചന്ദ്രൻ നിൽക്കുന്നത് 25-25 കറക്റ്റ് 25-25 ചന്ദ്രൻ നിൽക്കുന്നുണ്ട് കേട്ടോ. 25-13 സൂര്യൻ നിൽക്കുന്നുണ്ട്. രാഹു നിൽക്കുന്ന നോക്കിയാൽ രാഹു കണ്ടോ, രേവതി നക്ഷത്രം രേവതിയിൽ തന്നെ രാഹു നിൽക്കുന്നുണ്ട് 21-27. അതായത് സൂര്യൻ നിൽക്കുന്നത് 25-13, രാഹു നിൽക്കുന്നത് 21-27 രേവതിയിൽ കറക്റ്റ്. അതുകൊണ്ടാണ് മെക്സിക്കോയിൽ കറക്റ്റ് കൊറോണ പോലെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഗ്രഹണ സമയം രാഹുവും കറക്റ്റായിട്ട് ആ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് എന്നർത്ഥം. രാഹുവും അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ തെളിവ്. നിങ്ങൾ വേണമെങ്കിൽ ആസ്ട്രോളജി അറിയുന്ന ആരുടെ വേണം ചോദിച്ചു നോക്കിക്കോ. നിങ്ങൾക്ക് ഓരോ നാടിൻ്റെയും വേണമെങ്കിൽ അടിച്ചു നോക്കിക്കോ, ഇതുപോലെ കറക്റ്റ് കാണാൻ പറ്റും. ഇനി മറ്റൊരു രാജ്യം, ഇവിടെ വേറൊരു രാജ്യമുണ്ട്, അതിൻ്റെ പേര് നമുക്കൊന്ന് അടിച്ചു നോക്കാം. MI. അതൊന്നും പോരാണ്ട, ഒരു മിനിറ്റ്. ഇതെന്താ മെലിർട്ടൺ, അങ്ങനെ സ്ഥലമില്ലേ അവിടെ അമേരിക്കയില്? സ്ഥലത്തിന്റെ പേര് ടെക്സസ് ഇല്ലേ? ടെക്സസ് പറഞ്ഞ ടെക്സസ് നമ്മൾ പഠിച്ചു നോക്കാം. ടെക്സസ് അടിക്കുന്നു. ടെക്സസ് സമയം പറയും. ടെക്സസിന്റെ സമയം ഇപ്പൊ എത്ര? 1:43 PM. 1:43 എവിടെ? 1:43 PM. ഓസ്റ്റിൻ ടൈമിന് 1:43 PM. നോക്കിയേ, ചന്ദ്രൻ നിൽക്കുന്നത് രേവതിയിൽ, സൂര്യൻ നിൽക്കുന്നതും രേവതി 25-16, രാഹു നിൽക്കുന്നത് 21-26. 21-26 രാഹു നിൽക്കുന്നു. സോ രാഹുവും ആ ഗ്രഹണ സമയത്ത് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലുണ്ട്. ഇത് പണ്ട് ആളുകൾ നോക്കി വെച്ചിട്ടുള്ളതാണ്. പണ്ട് ആളുകൾ ഇത് കണ്ട് പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവന്മാരുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കിയ, ആസ്ട്രോളജി പഠിച്ചവന്മാരുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കിയ, അവന്മാർ പണ്ടേ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എത്ര വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചാണ്. രാഹു രേവതി നക്ഷത്രത്തിൽ നിൽക്കുന്നുണ്ട്. രേവതിയിൽ 21-26 നിൽക്കുന്നുണ്ട്. സൂര്യൻ നിൽക്കുന്നത് 25-16 ടെക്സസ്. മെക്സിക്കോയിൽ കറക്റ്റായിട്ട് കൊറോണ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. മെക്സിക്കോയിൽ പുരിട്ടായിട്ടാ. മെക്സിക്കോയുടെ സമയം പറഞ്ഞ മെക്സിക്കോയുടെ സമയം ടെക്സസിന്റെ സമയം പറഞ്ഞ 1:45 PM. റെക്കോർഡിംഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുകയാണ്. സമയം പറയും. 12:45 PM അല്ലേ? മെക്സിക്കോയിൽ കടന്നു പോയിട്ടാ. കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മെക്സിക്കോയിൽ. രേവതിയിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്, സൂര്യൻ നിൽക്കുന്നത് രേവതിയിൽ, ചന്ദ്രനും രേവതിയിൽ 25-13 സൂര്യൻ. രാഹു നിൽക്കുന്നത് രേവതിയിൽ ബുധന്റെ സ്ഥാനത്തിൽ രേവതിയിൽ 21-27 നിൽക്കുന്നുണ്ട്. രാഹു 21-27 ഡിഗ്രിയിൽ. ഓക്കെ, സംഭവം മനസ്സിലായോ? അപ്പോൾ രാഹു കൂടി ഗ്രഹണത്തിന് കാരണമാകുന്നുണ്ട്. ഇത് നിങ്ങൾ ഏത് ആസ്ട്രോളജി സോഫ്റ്റ്വെയറിലും ഇതുപോലെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. രാഹു കേതു എന്ന 2 ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതുപോലെ എവിടെയൊക്കെ ഗ്രഹങ്ങൾ ഉണ്ടാവുന്നു അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. രാഹുവും കേതുവും, ഒന്നല്ലെങ്കിൽ രാഹു അല്ലെങ്കിൽ കേതു, ഈ 2 ഗ്രഹങ്ങളും
കറക്റ്റായിട്ട് നമുക്ക് ഗ്രഹണ സമയത്ത് കറക്റ്റ് പോയിന്റിൽ സൂര്യൻ്റെ നേരെയോ ചന്ദ്രൻ്റെ നേരെയോ വരും. അതാണ് ഗ്രഹണം. അപ്പോൾ രാഹുവും പങ്കാളിയാണ് ഇതിനകത്ത്. ഇതാരും നിങ്ങളെ പഠിപ്പിക്കില്ല ഈ സയൻസ്. അപ്പോൾ ഇത് ആസ്ട്രോളജി സോഫ്റ്റ്വെയർ ആണ്. ഇത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ സൗണ്ട് നോക്കി ഇത് യൂട്യൂബിൽ അപ്പോൾ പിടിക്കും. ടെക്സസിലെ സമയത്ത് നോക്കിയാൽ ഫുള്ളിരുട്ടായി ഇപ്പോൾ. ഓസ്റ്റിൻ ടെക്സസ്. ടെക്സസാ എന്തൊക്കെ പറഞ്ഞു ഇത്ര നേരം നിങ്ങൾ പറഞ്ഞത്? മെക്സിക്കോ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ടെക്സസ് ആണ് ചോദിച്ചേ? വേണ്ട, മെക്സിക്കോ ഞാൻ പഠിച്ചതാ. മെക്സിക്കോ തെറ്റിപ്പോയതാണ്. 12:47 PM. ഇപ്പോഴും 47? ഓക്കെ, ഗ്രഹണ സമയം കംപ്ലീറ്റ് ഇതുപോലെ തന്നെയാണ്. എല്ലാവർക്കും ഇതുപോലെ തന്നെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരിക്കും ഗ്രഹണ സമയം? ഇതുപോലെ 47 മെക്സിക്കോ ടൈം നോക്കിയാൽ. പക്ഷെ മെക്സിക്കോയിൽ ഗ്രഹണം കഴിയുന്നില്ല കേട്ടോ. അവിടെ ഇപ്പോൾ സൂര്യനെ കൊറോണ ആയിട്ട് കറക്റ്റായിട്ട് ഇരിക്കുക സെൻട്രലായിട്ട്. 12:48 PM അല്ലേ? അത് ഇത്ര 1 മിനിറ്റ് വ്യത്യാസം വരും. 1 മിനിറ്റ് 2 മിനിറ്റ് വ്യത്യാസം വരും. ആരോടല്ല 2 മിനിറ്റ് വ്യത്യാസം വരും. സൂര്യന്റെ അവധിയിൽ 25:13 സൂര്യൻ 2 മിനിറ്റ് സൂര്യൻ മാറില്ല. സൂര്യൻ ചലനം മാറില്ലേ? നമുക്ക് കൊണ്ടുപോയി കാണാൻ പറ്റും. 2 മിനിറ്റ് കൊണ്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ 6 മണിക്ക് നോക്കി നോക്കിയാൽ 6 മണിക്ക് സൂര്യൻ 2 മിനിറ്റ് കൊണ്ട് സൂര്യനെ മാറ്റം വരില്ലേ? അതേപോലെ സൂര്യൻ മുകളിൽ മാറുന്നുണ്ട് 2 മിനിറ്റ് കൊണ്ട്. ചന്ദ്രൻ രേവതിയിൽ 25, 29 25:13 സൂര്യൻ. പക്ഷെ രാഹു നിൽക്കുന്നുണ്ട് രേവതിയിൽ 21, 27. ഇത് ഞാൻ സ്ക്രീൻ നോക്കണേന്. അത് ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ, ആളുകൾക്ക് ഇൻഫർമേഷൻ അതിനുശേഷം ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ ആവും. ഇത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ചിലപ്പോൾ കോപ്പറേറ്റ് കിട്ടും. ഞാൻ കോപ്പറേറ്റ് കിട്ടുമെന്ന് ചെയ്തിട്ട് ഞാൻ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കുള്ളൂ. ഇത് ചെക്ക് ചെയ്യും. എനിക്ക് കോപ്പറേറ്റ് ഇടും. ഇത് സ്ക്രീൻ റെക്കോർഡിങ് യൂട്യൂബ് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സ്ക്രീൻ റെക്കോർഡിങ് നിങ്ങൾ പറഞ്ഞ റെക്കോർഡിങ്ങാണ്. എല്ലാ റെക്കോർഡിങ്ങാണ് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ റെക്കോർഡിങ്ങാണ്. ഇവിടെ ഒരു മാറ്റമില്ല. മാക്സിമം ഫുള്ളിരിട്ട രേവതി. ഈ നിത്യയോഗം എന്നൊരു സംഭവം ഉണ്ട്. അതടക്കം രേവതിയിൽ നിൽക്കുക 20:43. തിഥി പിന്നെ മാന്തി ആരോടും നമുക്ക് പിടിക്കാം. ആരോടും സമയമായിട്ടല്ല നമുക്ക്. ലഗ്നമാണ് നമുക്ക്. ലഗ്നം പൂരത്തിൽ നിൽക്കുന്നത്. ലഗ്നം മാറി ഇപ്പോൾ പൂരത്തിലായി. നേരത്തെ 1000 അല്ല പൂർണ്ണാർത്ഥത്തിലല്ലായിരുന്നു. അപ്പൊ ഈ രാഹു എന്ന് പറഞ്ഞ ഗ്രഹം ഉണ്ടല്ലോ, ഈ ഗ്രഹണം കഴിഞ്ഞാൽ ഏത് ഭാഗത്തുണ്ടാവുക? അത് ഗ്രഹണം നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റും സോഫ്റ്റ്വെയർ വെച്ചിട്ട്. അത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. രണ്ടും രാഹുവും കേതുവും രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. രാഹുവും കേതു. ഇത് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് രാഹു, ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് കേതു. അതാണ് ചന്ദ്രനെ കടിച്ച് ഒരു രാക്ഷസൻ ചന്ദ്രനെ കടിച്ചു നിൽക്കുന്നത്. ആര്? മറ്റേ തല ഉടലായിട്ടോ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ പുരാണങ്ങൾ. ചന്ദ്രൻ ചെമ്പിന്റെ കളറ് ചന്ദ്രൻ വരും. അപ്പൊ കേതു ആണെന്ന് പറഞ്ഞു. കേതു ചന്ദ്രനെ വിഴുന്നു. സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഞാനും നിങ്ങൾ ഒരുപോലെ പഠിച്ചല്ലേ. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്തോ ഉണ്ടെന്ന് കണ്ടുപിടിച്ചോണ്ടല്ലേ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്.
പറയുന്നത് അങ്ങനെ ഈ ചന്ദ്രൻ ചെറുതാവുന്നത് കേതു ഗ്രഹത്തിന്റെ ചന്ദ്രൻ ചെറുതാവുന്നു പറയുന്നില്ല, ചന്ദ്രനെ കേതു വിഴുങ്ങുന്നു. എന്നിട്ട് ഇത് വരുമല്ലോ അമാവാസി. അമാവാസ്യ അല്ല, ഗ്രഹണം. ഞാൻ ഗ്രഹണത്തിന്റെ കാര്യം ഗ്രഹണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ വിളിച്ചു വന്നു. സോ അവിടെ വിളിച്ചായി. ഇനിയിപ്പോൾ നാളെ യൂട്യൂബിലൊക്കെ അങ്ങനെ കുറെ ഇന്റർനെറ്റിലൊക്കെ കുറെ വീഡിയോസ് വരും ഇതുപോലെ. സോ മൊത്തരിട്ടായി വെളിച്ചം വന്നു. അപ്പോൾ അവിടെ മെക്സിക്കോയിൽ ഇപ്പോൾ വെളിച്ചം വന്നു. സോ മെക്സിക്കോയിൽ ഇപ്പോൾ ടൈം കൊണ്ടു ചെക്ക് ചെയ്തേ. മെക്സിക്കോ ടൈം നോക്കിയാൽ കണ്ടോ? കറക്റ്റ് മെക്സിക്കോയിൽ മുകളിലുണ്ടോ? മുകളിൽ ലെഫ്റ്റ് സൈഡിലാണ് മെക്സിക്കോ. മെക്സിക്കോയിൽ കറക്റ്റ് ഇപ്പോൾ സൂര്യനിൽ നിന്ന് വിട്ടു പോരാനുണ്ടോ ചന്ദ്രൻ. അപ്പോൾ അവിടെ വെളിച്ചം വന്നു കറക്റ്റായിട്ട്. 12:52 PM. 12:52 PM. സോ 12:52 PM ചന്ദ്രൻ രേവതി പാദം 3 തന്നെയാണ്. സൂര്യൻ നിൽക്കുന്നത് രേവതി 25:13, ചന്ദ്രൻ നിൽക്കുന്നത് 25:31, രാഹു നിൽക്കുന്നത് 21:27. രാഹു എപ്പോഴും 21:27 നിൽക്കണം കേട്ടോ. ഞാനിവിടെ കോപ്പറേറ്റ് ഇട്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടാബ് ആയോണ്ടൊന്നല്ല, വാവ് ഭയങ്കര സമയം മെക്സിക്കോ വരുന്നു. കറക്റ്റ്. ഈ സ്പെല്ലിംഗ് നോക്കി, ഈ സ്ഥലം നോക്കിയ RUSS നോക്ക് ടൈം നോക്ക്. ഈ പറഞ്ഞ സ്ഥലം RUSS ELLVILLE സിറ്റി ഇൻ ആർക്കൻസസ് USA. അവിടെ ടൈം എത്ര നോക്കിയാ? റസൽ ഫാമിലി നമ്മുടെ ഇലുമിനാറ്റി തിയറി. ഓക്കേ, ആ സ്പെല്ലിംഗ് ഒരു മിനിറ്റ്. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ RUSS അതൊക്കെ പറയാം. VILLE. ടൈം അവിടുത്തെ ടൈം പറഞ്ഞേ. അവിടെ കറക്റ്റ് 0 നിൽക്കുന്നുണ്ട്. അടുത്ത ടൈം 1:54 PM. 54 PM. 1:54 PM ചന്ദ്രൻ രേവതി പാദം 3, സൂര്യൻ നിൽക്കുന്ന രേവതി 25:16, സൂര്യൻ നിൽക്കുന്നു, രാഹു നിൽക്കുന്നത് 21:26. രാഹു 21-26 ഡിഗ്രി നിൽക്കുന്നുണ്ട്. 4 ഡിഗ്രി ചെറിയൊരു ചെരിവുണ്ട്. അത് ഭൂമിയുടെ ചെരിവുമായിട്ട് കണക്കാക്കുന്നത്. അച്ചുതണ്ട് ചെരിവല്ല, അല്ലാത്ത ചെരിവ്. സോ അവിടെ 26:10 ചന്ദ്രൻ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. 25:14 ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. പക്ഷെ രാഹുവും നിൽക്കുന്നുണ്ട് അവിടെ. രാഹുവും കാരണമാകുന്നുണ്ട് ഗ്രഹണത്തിന് രാഹുവും അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രാഹുവും രേവതിയിൽ 21-26 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് രാഹു നിൽക്കുന്നുണ്ട്. ഈ രാഹുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയ സുഖമായിരുന്നു. അവിടെ പോയി ഇതിനെ കാണാനും പറ്റില്ലല്ലോ. കംപ്ലീറ്റ് മൂടിയിട്ടാ. കംപ്ലീറ്റ് മൂടലാണ്, ഒരു രക്ഷയില്ല. ഇരുപത്താറ് 10 ചന്ദ്രൻ, 1 ഡിഗ്രി ചന്ദ്രൻ മാറിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സൂര്യനും ചന്ദ്രനും ഒരു കള്ളിയില്ല, ഉണ്ടോ?
സൂര്യൻ ചന്ദ്രൻ ഒരു കളിയിൽ ശുക്രനുണ്ട്, ആ കളിയിൽ തന്നെ രാഹുവും ഉണ്ട്. സൂര്യൻ ചന്ദ്രൻ ശുക്രൻ രാഹു. ശുക്രനും ഉണ്ട് അവിടെ, അതാണ് രസം. പക്ഷെ ശുക്രൻ്റെ ഡിഗ്രി നോക്കുകയാണെങ്കിൽ നമുക്ക് ഉത്രട്ടാതിയിലാണ്. അതുകൊണ്ട് ശുക്രൻ അങ്ങനെ കടന്നു വന്നിട്ടില്ല, ഉത്രട്ടാതിയിൽ നിൽക്കുന്നു. പക്ഷെ രേവതിയിലാണ് സൂര്യനും ചന്ദ്രനും സർപ്പവും. അവിടെ സാഗുണ്ടോ, നിരീക്ഷണമുണ്ടോ? അവിടെ ഉണ്ട്. അപ്പം അമേരിക്ക മൂലിക്കാന്ന് മനസ്സിലായല്ലോ. അമേരിക്കയുടെ സൈഡ് ആ മൂലിക്കലാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ലഗ്നം നിൽക്കുന്നത് ചിങ്ങത്തില്ല, ലഗ്നത്തെ കാര്യം വിട്ടേക്ക്. പക്ഷെ ഞാനിവിടെ പറയുന്നത് സൂര്യൻ്റെ കൂടെ ചന്ദ്രനുണ്ട്, അതൊക്കെ ശാസ്ത്രം പറയുന്ന പോലെ ചന്ദ്രൻ മറയ്ക്കുമ്പോഴാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിൻ്റെ കൂടെ രാഹുവും ഉണ്ട്. രാഹുവും സൂര്യഗ്രഹണത്തിൻ്റെ കൂടെ ഒരു കാരണമാകുന്നുണ്ട്. പക്ഷെ അതാരും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, അത് നമ്മൾ പഠിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഒരു കാര്യം മനസ്സിലായോ? രാഹുവും അതേ കളിയിൽ നിൽക്കുന്നുണ്ട്. അത് പല ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള, അതൊരിക്കലും തെറ്റില്ല. ഇത് നിങ്ങൾ എവിടെയൊക്കെ ഗ്രഹണം നടക്കുകയാണെങ്കിലും ഈ കേതു അല്ലെങ്കിൽ രാഹു, സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ കേതുവും, സൂര്യഗ്രഹണം നടക്കുമ്പോൾ രാഹുവും, ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ കേതുവും എക്സാക്ട്ലി പെർഫെക്റ്റ് അതേപോലെ ഉണ്ടായേ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ എവിടെ നിങ്ങൾ ആസ്ട്രോളജി സോഫ്റ്റ്വെയറിൽ നോക്കിയാലും അതുപോലെ കാണാൻ പറ്റും. അതേ കളിയിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കൂടെ ഇവിടെ രാഹു നിൽക്കുന്ന പോലെ സൂര്യൻ്റെ ചന്ദ്രൻ്റെ കൂടെ കേതു നിൽക്കും ചന്ദ്രഗ്രഹണ സമയത്ത്. അത് ചന്ദ്രഗ്രഹണം വരുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ വീഡിയോ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ വീഡിയോ കോപ്പറേറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, കാരണം മിക്കവാറും കോപ്പറേറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം യൂട്യൂബ് വീഡിയോ ലൈവ് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. അത് യൂട്യൂബ് ലൈവാണത്. യൂട്യൂബ് ലൈവ് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണത് യൂട്യൂബിൽ. അപ്പോൾ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതാണ് സംഭവം, ഇങ്ങനെയാണ് കാര്യം. മനസ്സിലായോ? രാഹുവും അതിന് കാരണമാവുന്നുണ്ട്. രാഹുവും അതേ കളിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാലചക്രത്തിൻ്റെ 12ാമത്തെ കളിയിൽ സൂര്യൻ ചന്ദ്രൻ രാഹു. ഇത് എല്ലാ ഗ്രഹണ സമയത്തും ഇങ്ങനെയുണ്ട്. നമുക്കത് കണ്ടുപിടിക്കാം. ഇനി ഈ ചന്ദ്രഗ്രഹണം വരുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ഉണ്ടാക്കി തരാം. ഇത് കോപ്പറേറ്റ് കിട്ടിയില്ല എങ്കിൽ ചന്ദ്രഗ്രഹണം വരുമ്പോഴും ഇതുപോലെ തന്നെ ഞാൻ കറക്റ്റായിട്ട് കേതുവിൻ്റെ, അതായത് എവിടെയാണോ ഗ്രഹണം നടക്കുന്നത് അവിടെ എക്സാക്ട്ലി രാഹുവും കേതുവും കറക്റ്റ് നോഡിൽ അവരുടെ കൂടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കൂടെ നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാര്യം മനസ്സിലായോ? സോ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ അപ്ഗ്രേഡ് ആവേണ്ടിയിരിക്കുന്നു. ഈ ആസ്ട്രോളജി സോഫ്റ്റ്വെയറിന് തെറ്റുപറ്റില്ല, കാരണം ഇതൊരു ആയിരക്കണക്കിന് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ്. ആയിരക്കണക്കിന് വർഷം മുമ്പ്, ആയിരക്കണക്കിനല്ല 5000 വർഷം 10000 വർഷം മുമ്പ്, 5000 വർഷം മുൻപ് രാമരാവണ യുദ്ധം, നമ്മുടെ മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് എക്ലിപ്സ് നടന്നു എന്നുള്ളത് മഹാഭാരത യുദ്ധം 18 ദിവസ യുദ്ധത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 13 ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്രഹണം നടന്ന് പിന്നെ 13 ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ഗ്രഹണം നടന്നു എന്ന് വളരെ വ്യക്തമായിട്ട് യുദ്ധത്തിൻ്റെ സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് എക്സാക്ട്ലി പെർഫെക്റ്റ് അവിടെ പോയി നമുക്ക് ഗണിച്ച് നോക്കിയാലും ആ 13 ദിവസത്തെ ഇടവേളയിൽ ഗ്രഹണം നടന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 5000 വർഷം വരെ പുറകിൽ പോലും ഇത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രഹണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാമൻ്റെ കാലത്തിലും അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശ്രീരാമൻ്റെ കാലത്തും 75 വർഷം മുൻപും. അപ്പോൾ കഥ സത്യമാണ്, അല്ലെങ്കിൽ രാമൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നല്ല ഞാനോട് വാദിക്കുന്നത്. ആ കഥ എഴുതി വെച്ച സമയത്ത് പോലും, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പോലും ഗ്രഹണം വരെ കറക്റ്റായിട്ട് എഴുതി വെക്കാൻ എങ്ങനെ പറ്റുന്നു എന്നൊരു ചോദ്യമാണ്. അതും കറക്റ്റ് ഷാർപ്പായിട്ട്. ഇതുപോലെ 5000 വർഷങ്ങൾക്ക് ശേഷം ഇനി 3000-ലും 3500-ലും 4000 വർഷം വരുമ്പോൾ, ഇപ്പോൾ 2024 അങ്ങനെ 3000 വർഷം 4000 വർഷം കഴിഞ്ഞും ഗ്രഹണം ഏതെല്ലാം സമയത്ത് നടക്കുമെന്നും നമുക്ക് ഗണിക്കാവുന്നതേ ഉള്ളൂ, ഇവിടെ ഗണിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമ്മളിനിയും അപ്ഗ്രേഡ് ആവേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിനാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ മെക്സിക്കോ ഇപ്പോൾ വേണ്ട, ഇവിടെ തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ അവിടെ സമയം ഒന്നുകൂടി നോക്കാൻ പറ്റുമോ? ഇതുമായി ഇത് റസൽ ഇപ്പം നോക്കിയത് തന്നെ ടൈം നോക്കിയാ ഇവർ ഓരോ സ്ഥലങ്ങളിലും നോക്കട്ടെ. ഓരോ സ്ഥലങ്ങളിലും ഞാനൊരു സ്ഥലത്തിൻ്റെ പേര് പറയാം. സ്പെല്ലിംഗ് വെച്ചാൽ അല്ല, ഇത് വേണ്ട, അത് വേറെ സ്ഥലം എടുക്കാം. സ്ഥലത്തിൻ്റെ പേര് അല്ല, ഒരു മിനിറ്റ്.
സ്ഥലത്തിൻ്റെ പേര് CARBONDALE. CARBO, B for ball, BONDALE. ചിക്കാഗോ ആണോ? CRO. സിറ്റി ഇൻ ഇല്ലിനോയ്സ്. ഇല്ലിനോയ്സ് അതന്നെ. ഒന്നുകൂടി പറഞ്ഞ സ്പെല്ലിംഗ് ഒന്നും പറഞ്ഞ പതുക്കെ പറയും. ഈസ് എ സിറ്റി ഇൻ ജാക്സൺ കൺട്രി. സ്പെല്ലിംഗ് പറഞ്ഞ CAR പറയ് സ്പെല്ലിംഗ് പറയും. ILL ആയതൊട്ട് പറയും കറക്റ്റായിട്ട്. തെറ്റിപ്പോയി. ശരിക്കും ഇല്ലിനോയ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പേര് കാർബോൺഡേൽ. CAR സിറ്റി ഇൻ ഇല്ലിനോയ്സ്. കാർബോൺഡേൽ എന്ന സ്ഥലത്തിന്റെ പേര്. സ്പെല്ലിംഗ് പറയാൻ CAR. എന്തൊക്കെയാണ് ഇത്? റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ? നിങ്ങൾ ടൈപ്പ് ചെയ്തല്ലേ? മുകളിലോട്ട് സ്പെല്ലിംഗ് ഉണ്ടാവില്ലേ ഗൂഗിളില്? അത് നല്ല സ്പെല്ലിംഗ് പറഞ്ഞത്. ഇതാ ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞത്. ഇനി ആ സ്പെല്ലിംഗ് ഉണ്ടാവും. വേറെ സ്ഥലം പറയാം. CARBONDALE. എന്തിട്ടൊക്കെ നിങ്ങൾക്കൊന്ന് പറയണം. ഒന്നും പറഞ്ഞ ഒരു മിനിറ്റ്. DALE യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവിടെ ഓട്ടോമാറ്റിക് വന്നു കൊടുക്കും. ഓക്കെ. ഇനി അവിടെ ടൈം പറയും. ഇനി അവിടുത്തെ സമയം പറയും. അപ്പൊ അതിന് മുകളിൽ ടൈം അടിച്ചാൽ മുകളിൽ ഇതൊക്കെ എന്തിട്ടാ? ഇതൊക്കെ സമയം വേണം. 2:03 PM. അടുത്തത് എന്റെ ചോദ്യം സമയമാവുന്ന മുൻകൂട്ടി അറിയാലോ. 2:03 PM. ഓക്കെ. രേവതി ഭാഗത്ത് 3 സൂര്യൻ നിൽക്കുന്നുണ്ട്. ചന്ദ്രൻ നിൽക്കുന്നത് രേവതിയിൽ തന്നെയാണ്. 26-16. ഓക്കെ. രാഹു നിൽക്കുന്നതും രേവതിയിൽ തന്നെ 21-26. അപ്പോൾ 3 ഡിഗ്രി മാറി അവിടെ രാഹു നിൽക്കുന്നുണ്ട്. അവിടെയും ഗ്രഹണം നടക്കുമ്പോൾ രാഹു ഉണ്ട്. ആ രാജ്യത്തും രാഹു നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് തെളിയിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും എവിടെയെല്ലാം ഗ്രഹണം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം രാഹുവും കണക്റ്റാണ്. രാഹുവും അവിടെ ഉണ്ട്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഇതാണ് സംഭവം. അപ്പോൾ രാഹു ഗ്രഹണത്തിന് കാരണമാകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. രാഹുവും ഗ്രഹണ സമയത്ത് അവിടെ തന്നെ ഉണ്ട്, കുറച്ച് മാറിയിട്ട്. ഇവിടെ എന്തോ കളറൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷേ രാഹുവിനെ ശരിക്കും കാണേണ്ടതാണ് കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ രാഹുവും ശരിക്കും രാഹു ഗ്രഹത്തിനെയും ശരിക്കും കാണേണ്ടതാണ്. പല വീഡിയോസിലും ഇതുപോലെ രാഹു എന്ന ഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും യൂട്യൂബിൽ അവൈലബിൾ അല്ല. രാഹു എന്ന് പറയുന്നൊരു വട്ടം കൂടി അവിടെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും ചില രാജ്യങ്ങളിൽ. സൂക്ഷിച്ച് നോക്കിയാൽ അതുമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അതിനെയും കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കിട്ടാം, ചില രാജ്യങ്ങളിൽ അത് കിട്ടത്തില്ല. എന്താ ഇന്ത്യാനാപോളിസ് എടുത്തേ? ഇന്ത്യാനാപോളിസിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ഹലോ. പോളിസ്. സ്പെല്ലിംഗ് IND. ഇവിടെ പറയും. ഇവിടെ സ്ഥലം തെറ്റിപ്പോകും. IND ഹായ് എന്നിട്ട് പറയും. ഇത് കറക്റ്റ്. ഇന്ത്യ INDIA
പോളിസ് POLIS. അവിടെ നോക്കി അതങ്ങനെ ടൈപ്പ് ചെയ്താലേ കിട്ടുള്ളൂ. ഇവർക്ക് ഇത് വരണം, ചാർട്ട് വരും, മറ്റേ ഇതിന്റെ ഡിഗ്രി. ഞാൻ അവിടുത്തെ ടൈം പറയും 3:06 PM. രേവതി പാദം 3-ല് ചന്ദ്രൻ നിൽക്കുന്നത് രേവതി 26-18 25-17 സൂര്യൻ നിൽക്കുന്നുണ്ട്. രാഹു നിൽക്കുന്നത് രേവതിയിൽ 21-26 കേട്ടോ. അവിടെയും 21-26 രാഹു നിൽക്കുന്നുണ്ട്. രാഹു അവിടെ മാറിയിട്ടില്ല. രാഹു എന്ന് പറയുന്ന ഗ്രഹമുണ്ട് അവിടെ. അവിടെ രാഹു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡമായ ഒരു ഗ്രഹമുണ്ട് അവിടെ, രാഹു എന്ന് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും സൂര്യൻ്റെ കൊറോണ പോലെ അതിനെന്താ പറയുക, ഡയമണ്ട് റിങ് അതെന്താ പറയുമല്ലോ, റിങ് ഓഫ് ഫയർ അതെന്താ പറയുമല്ലോ. റിങ് ഓഫ് ഫയർ അല്ല, ഈ സൂര്യൻ്റെ ഒരു കൊറോണയ്ക്ക് ചുമ്പ് ഡയമണ്ട് മോതിരം നിൽക്കുന്ന പോലെ, മോതിരത്തിൻ്റെ മുൾഭാഗം നിൽക്കുന്ന പോലെ തന്നെ പറയും. ഗ്രഹണ സമയത്ത് അങ്ങനെ കാണാൻ പറ്റും. ഒരു സൈഡ് മാത്രം ഇങ്ങനെ വെളിച്ചം വന്നിട്ട് ഒരു മോതിരത്തിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. ഞാൻ അവിടെ ഗ്രഹണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. റിംഗ് ഓഫ് ഫയർ എന്നൊക്കെ പറയാം. ശരിക്കും മോതിരം ഇട്ടതുപോലെ തോന്നുന്നു ഫീലിങ്. അങ്ങനെ സൂര്യൻ പുറത്തേക്ക് വരുന്ന സമയത്ത് അങ്ങനെ കറക്റ്റായിട്ട് ഒരു മോതിരം. നാളത്തെ ന്യൂസിലൊക്കെ അത് വരും. ഓരോ രാജ്യങ്ങളിൽ എവിടെ പോയാലും രാഹു അവിടെ ഉണ്ടാവും 21-26. അതായത് 3 ഡിഗ്രി മാറി ആ രാഹു അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. രാഹുവും ഒരു കാരണമാകുന്നു ഗ്രഹണത്തിന് എന്നതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുന്നത്. ഇത് നിങ്ങളുടെ ഏത് ആസ്ട്രോളജി സോഫ്റ്റ്വെയർ അടിച്ചു നോക്കിയാലും ആ സ്ഥലത്ത് പോയിട്ട് പഠിച്ചു നോക്കിയാലും അല്ല, അങ്ങനെയല്ല. ചന്ദ്രനുണ്ട്. രാഹു കൂടുതൽ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹു ഉണ്ട് അതിനകത്ത്. അവനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാജ്യങ്ങളിൽ. പണ്ടത്തെ നടരാജ്യത്തിലല്ല, പണ്ടത്തെ ഇതില് ആസ്ട്രോളജിയില് രാഹു കേതില്ല. രാഹുവിനും കേതിനും അല്ല, രാഹുവിനും കേതിനെ കുറിച്ച് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. 7 ഗ്രഹങ്ങൾ മാത്രം ഉണ്ടാകുള്ളൂ. അല്ല, ഇവര് ഗണിച്ചിരുന്നില്ല, കണ്ടുപിടിച്ചിരുന്നില്ല. പിന്നെയാണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ നമ്മൾ പ്ലൂട്ടോനെ എടുത്ത് പ്ലൂട്ടോനെ കളഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ഇവര് സയൻസുകാർ പ്ലൂട്ടോനെ എടുക്കും, പിന്നെ പ്ലൂട്ടോനെ കളയും, വേറെ ഗ്രഹത്തിന് എടുക്കും, വേറെ ഗ്രഹത്തിന് കളയും. 9 ഗ്രഹങ്ങൾ അവർക്ക് വേണം, 9 നിർത്തണം. പക്ഷെ ആസ്ട്രോളജി പ്രകാരം രാഹുവും കേതും കൂട്ടി ചേർന്ന 9 ഗ്രഹം. 9 ഗ്രഹങ്ങൾ ആസ്ട്രോളജി പറയുന്നത് രാഹുവും കേതുവാ. പക്ഷെ 9 ഗ്രഹങ്ങൾ തന്നെയാണത്. പക്ഷെ അതില് രാവണന്റെ കാലത്ത് 7 ഗ്രഹങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കാരണം രാവണന്റെ കാലത്ത് രാവണന്റെ മരണം അടുക്കാറായ സമയത്ത് രാവണന്റെ ഇടത് കണ്ണ് തുടിച്ചു എന്ന് രാവണൻ പറഞ്ഞില്ല. അപ്പൊ ആ സമയത്ത് നിമിത്ത ശാസ്ത്രമായിരുന്നു. അന്ന് രാഹുവിനെയും കേതുവിനെയും കുറിച്ച് പഠിക്കുന്നില്ല. അഭിജിത്ത് നക്ഷത്രം ഉണ്ടായിരുന്നു, അഭിജിത്ത് നക്ഷത്രം ഉണ്ടായിരുന്നു, മനസ്സിലായോ. ഗുളികനുണ്ടായിരുന്നു, മാന്തി, അതൊക്കെ അവിടെ ഹൈലൈറ്റ് ആയിരുന്നു. പക്ഷെ അപ്പൊ അവിടെ രാഹുവും കേതുവും ഉണ്ടായിരുന്നില്ല കഥയില്. മഹാഭാരതത്തിൽ രാഹുവിനെ കേതുവിനെ കുറിച്ച് പറയുന്നില്ല, ഇല്ല എന്നല്ല കേട്ടോ, അവിടെ അത് പ്രതിപാദിക്കുന്നില്ല. പക്ഷേ മഹാഭാരത കഥ സമയത്തൊക്കെ രാഹുവിനെ കേതുവിനെ കുറിച്ച് വന്നു തുടങ്ങി. അപ്പോൾ പിന്നീട് 9 ഗ്രഹങ്ങളാക്കി മാറ്റിയവര്. അതായത് 9 ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചു, രാഹുവും കേതുവിനെ കണ്ടുപിടിച്ചു. പിന്നീട് കണ്ടുപിടിച്ചു തന്നെ പുരാണങ്ങളിൽ ഉണ്ടായിരുന്നു, അത് നമ്മൾ തപ്പിയെടുത്ത് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെയാണ് ഇത്. ഈ കണക്കൊക്കെ ഉണ്ടാക്കി കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആരോ എവിടെയോ. അങ്ങനെ പല സ്ഥലങ്ങളിൽ ലൈവ് എൻഡായി തീർന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ. നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്, 2 മിനിറ്റ് കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ ഏത് സ്ഥലങ്ങളിൽ പോയിട്ടും നിങ്ങൾ ഇതുപോലെ ഗ്രഹണം നടക്കുന്ന സ്ഥലത്ത് പോയെടുത്താലും അവിടെ കള്ളി കണ്ടോ, സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, സർപ്പം. ശുക്രൻ നിൽക്കുന്നത് വേറെയാണ്. ശുക്രൻ നിൽക്കുന്നത് ഉത്രട്ടാതിയിലാണ്. നീതികളുണ്ടോ അവിടെ സൂര്യൻ്റെ നേരെ, ശുക്രൻ്റെ നേരെ. സൂര്യൻ്റെ നേരെ നോക്കിക്കുക രേവതി, ചന്ദ്രൻ മൗഢത്തിലാണ് രേവതി. പക്ഷെ രാഹു അടിയിൽ നേരെ സൂര്യൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു നിൽക്കുന്ന 21-26 ഡിഗ്രിയിൽ രേവതിയിൽ തന്നെയാണ് രാഹു. അതാണ് ഈ കള്ളിയിൽ നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടാ ഇതല്ല കേട്ടോ, ഇത് നവാംശമാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയതാ, ഇല്ല. സോ പറഞ്ഞു എന്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യാന ബുൾസ് രാഹുവും കേതുവും ഗ്രഹണത്തിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഗ്രഹണ സമയത്ത് ഉണ്ട് എന്നാണ്. ഓക്കെ, സ്വന്തം ഉത്തരവുള്ളൂ.
പറഞ്ഞു ഇത്രേ ഉള്ളൂ. എവിടെ പോയി നോക്കിയാലും ഇത് തന്നെയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും യുവമാർ രണ്ടുപേരും ഉണ്ടായിരിക്കും അവിടെ. സൂര്യഗ്രഹണമായാലും ശരി, ചന്ദ്രഗ്രഹണമായാലും ശരി, രണ്ടും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആവണം. ഓക്കെ, ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് പറഞ്ഞിരുന്നത് ഞാൻ. കാര്യം മനസ്സിലായോ? ഇതിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പറേറ്റ് കിട്ടുന്ന ആർക്കറിയാം. അപ്ലോഡ് ചെയ്തൊക്കെ നമുക്ക് എന്താ സംഭവിക്കാമെന്ന്. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.